കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നടന്നതൊക്കെ എങ്ങനെ മറക്കൂടാ? ശാലിനി അവളെന്റെ പ്രാണനാ. പ്രാണം പോയ ഞാനൊരു ജീവശവമാ. ഈ കൈകൊണ്ടാ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. എന്നിട്ട് ഇതേ കൈകൊണ്ട് തന്നെ ആ കെട്ടഴിക്കാനുള്ള കടലാസിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ആശ മനസ്സുണ്ടായിട്ട് ചെയ്തതല്ലോ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ പോയത് എന്റെ പ്രാണനാടാ. ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ എനിക്ക് നല്ല വിശ്വാസവും. എന്നിട്ടോ ഇത് അവൾ അറിയുമ്പോ എന്നെ പറ്റിട്ട് അവൾ എന്തായിരിക്കും വിചാരിക്കുക? ഭാര്യയെ വിശ്വാസമില്ലാത്തൊരു പൂങ്ങും ഭർത്താവ്. എന്നെ പറ്റി അവളുടെ മനസ്സിലുള്ള ചിത്രം വരെ മാറിപ്പോവും. ഒരിക്കലും തിരുത്താനാവാത്ത വിധം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. വെറുപ്പ് മാത്രമല്ല, ദേഷ്യവും സങ്കടവും പുച്ഛവും എല്ലാം. ശാലിനിയായിട്ടും ബന്ധം പിരിയാൻ പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്ത് ഈ കൈയുണ്ടല്ലോ, അതെനിക്കിനി വേണ്ട. അച്ഛനെ ആശാനെ 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 ആശാൻ എന്ത് പ്രാന്തായി കാണിക്കുന്നേ? ചോര പോകുന്നു ആശാനെ. പ്രാണഭൂതിനപ്പുറമില്ലൊന്നും. ആശാൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടല്ലേ. ആശാൻ ഒരു കാര്യം ചെയ്യ്, ഏട്ടത്തേമ്മ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കേ. ഉള്ളിൽ തീയും വെച്ചോണ്ട് നടക്കല്ലേ. ആശാന്റെ മനസ്സൊന്ന് ശാന്തമാവും. ആശാൻ മോളെ, എന്താ മോളെ നീ കാണിച്ചേ? മോളെ നീ എന്തായി കാണിച്ചേ? എന്തായി കാണിച്ചേ? മോളെ എന്നോട് പൊറുക്കണേ അച്ഛാ. ഹേയ്, എന്താ ഇത്? എന്താ മോളെ ഇത്? മോളെ, ഏയ് എഴുന്നേക്ക് മോളെ. ഓക്കെ ഓക്കെ, ശരി, ഞാൻ നോക്കട്ടെ. ആന്റി, എന്തുപറ്റി? ആ ഡ്രൈവർ ഇന്ന് വരില്ലെന്നാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഒരു അർജന്റ് മീറ്റിംഗും ഉണ്ട്. അതിനെന്താ ആന്റി, എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ, ഞാൻ കൊണ്ടുവിടില്ലേ. നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ? എന്ത് ബുദ്ധിമുട്ടാ ആന്റി? വാസ്തവത്തിൽ ആന്റി എന്നെ പലയിടത്തുനിന്ന് ഒഴിവാക്കുന്നതാ എന്റെ സങ്കടം. ഒരു നിമിഷം ആന്റിയെ പിരിഞ്ഞിരിക്കാൻ വയ്യ എനിക്ക്.
ആന്റിയല്ലേ എന്റെ പാഠപുസ്തകം. മോളെ, നീയായിരുന്നു എനിക്ക് മരുമകളായി വരേണ്ടിയിരുന്നത്. പകരം യക്ഷി വന്നു. സാരമില്ല ആന്റി, എല്ലാം ശരിയാവും. സത്യഭാമ എന്ന് പേരുള്ള മരമണ്ടി ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാ ഞാനിപ്പോ എത്തിച്ചേരുന്നതെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. പേടിക്കണ്ട അച്ഛാ, ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തി. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. മോളെ, ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കരുത്. അച്ഛന് ഈ വീൽ ചെയർ അനങ്ങാൻ പറ്റില്ല എന്ന് മോൾക്കറിയാലോ. ശാലിനെ വിളിക്കാൻ അച്ഛനൊരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ? ഇല്ല അച്ഛാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. മക്കളെ തരുന്നത് ദൈവമാണ്. ഗർഭത്തിലായാലും ആ ജീവനെടുക്കാൻ നമുക്ക് അവകാശമില്ല. അച്ഛാ, ഓട്ടച്ഛാ, ഇപ്പൊ തന്നെ ചെയ്യാനൊരുങ്ങിയ കാര്യത്തിന്റെ കുറ്റബോധത്തിൽ ഒരുങ്ങി നിൽക്കുക പ്രീതി. ഇനിയും പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കണ്ട. മോളെ, നീയുള്ളതാ ഒരു ധൈര്യം. യാദൃശ്ചികമായിട്ടാണെങ്കിലും നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്ന് കയറിയത് നന്നായി. ഒരമ്മ ചെയ്യേണ്ട പ്രവൃത്തിയാ നീ ഇന്ന് പ്രീതിക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കെല്ലാം കാവലും കരുതലുമായി നീ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോ ഒരാശ്വാസമുണ്ട്. ഇതിന്റെ കടപ്പാട് ഞങ്ങൾ എങ്ങനെ നിന്നോട് വീട്ടുക? കടപ്പാട് വേണ്ടച്ച, ഇത് എന്റെ കടമയല്ലേ. അതല്ല മോളെ, നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അപ്പോഴും ദൈവം തുണയായി ആരെങ്കിലും അയക്കുമെന്നുള്ളതിന് തെളിവാ നീ. ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും വേണ്ടി സ്വന്തം ജീവൻ തന്നെയല്ലേ നീ പണയം വച്ചിരിക്കുന്നത്? അങ്ങനെ ത്യാഗമായിട്ടൊന്നും കരുതല്ലേ അച്ഛാ. അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞ് എനിക്ക് എന്റെ കുഞ്ഞിനെ പോലെ തന്നെയാ. രാഘവൻ നായരുടെ വംശം കുറ്റിയേറ്റു പോയിരിക്കാൻ നീ വേണ്ടി വന്നു. ആ നിന്നെ പോലും മനസ്സിലാക്കാൻ എന്റെ ഭാമയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്നതാ എന്റെ ഒരു വിഷമം. എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും അച്ഛാ. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഒരു മുള്ളുപോലും കൊള്ളല്ലേ, ഒരു മനപ്രയാസം ഉണ്ടാക്കലിന് പ്രാർത്ഥിക്കാൻ മാത്രമേ അച്ഛനെ കൊണ്ട് ഇപ്പൊ പറ്റുള്ളൂ. അത് മതി അച്ഛാ. അച്ഛന്റെ പ്രാർത്ഥന എനിക്കൊരു ബലമോ. ദൂരെ ഒരു ദീപം ഉണ്ടെന്നൊരു പ്രതീക്ഷ മതി. എല്ലാം ഞാൻ സഹിച്ചോളാം, നേരിട്ടോളാം. സ്വന്തം അച്ഛനെന്നും അകറ്റി മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴെല്ലാം അമ്മയായിരുന്നു അഭയം. അമ്മയോട് എന്തും പറയാം. എന്റെ ജീവിതത്തില് അമ്മ അറിയാത്തൊരു രഹസ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത് മാത്രം. മോളെ, സാരമില്ല അച്ഛാ. അപ്പോഴും എല്ലാം മനസ്സിലാക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന ഒരു അച്ഛനെ തന്നല്ലോ ദൈവം എനിക്ക്.
അതിന് ഞാൻ അങ്ങോട്ടാ കടപ്പെട്ടിരിക്കുന്നത്. ആ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് നന്നായി ആന്റി. ആ മുഖം കാണുന്നതേ ഐശ്വര്യക്കേടാ. അത് തന്നെ എന്റെ അഭിപ്രായം. ഒടുവിൽ ഈ വീട്ടിൽ നിന്ന് നീയും പുറത്തായി. ഇപ്പോ സുസ്മിതയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആ കാര്യങ്ങള്. അവള് പറയുന്നതാ ഭാമയ്ക്ക് വേദവാക്യം. മുഴുവൻ സമയവും ഭാമയോടൊപ്പമാണ് അവള്. ഒക്കെ ശരിയാവോ അച്ഛാ? ശരിയാവുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. പക്ഷേ ഓരോന്നോർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല, രാത്രി ഉറക്കവുമില്ല. മരിച്ചാൽ എന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല മോളെ. എന്തായി പറയുന്നേ? മരണത്തിന്റെ കാര്യമൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ദേ, അച്ഛനാന്നൊന്നും നോക്കില്ല, നല്ല അടി വെച്ചെറിഞ്ഞ. എല്ലാം ശരിയാവും അച്ഛാ. അച്ഛൻ ഇനി ഒരു 100 വർഷം ജീവിക്കുകയും ചെയ്യും. ദേ, 6 മാസം കൂടി കഴിഞ്ഞാലേ പേരക്കുട്ടിയെ മടിയിൽ വെച്ച് ലാളിക്കാനുള്ളതാ. ധൈര്യമായിരിക്കും പ്രീതി. കരയണ്ടാട്ടോ. പോ ആന്റി. ആന്റി ചതിച്ചോ മോളെ? അത് വിഷ്ണുവേട്ടൻ രാവിലെ എവിടേക്കും ഇറങ്ങിപ്പോകുന്നത് കണ്ടു. എന്നോട് പറയാതെ എവിടേക്കും പോകുന്നതല്ലോ. ആ പോയി ആന്റി. നിന്നെ കാണണ്ട, നീ അകത്തേക്ക് പോക്കോ. ചെല്ലേ. എന്താ രണ്ടാൾക്കൊരു പരിഭ്രമം? ഏയ് ഒന്നുമില്ല. എന്തോ കള്ളത്തരം ഉണ്ട് ആന്റി. ശാലിനിയുടെ കാര്യം എന്തോ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇവര്. എന്നാ നിന്നോട് ആരാ പറഞ്ഞത്? ഹാ, ആരെങ്കിലും പറയണോ? രണ്ടാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ, ആകെ മൂടിക്കെട്ടി. അതിന് കുറച്ചു നാളെ ഇവിടെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ സുസ്മിതേ? ശാലിനി ഇറക്കി വിട്ടതിന്റെ ദണ്ണ ആന്റി. ആരെല്ലാം തലയിട്ട് അടിച്ചു കരഞ്ഞാലും ശാലിനിക്ക് തിരികെ ഈ വീട്ടിലേക്ക് ഇനി പ്രവേശനമില്ല. അവളുടെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല ഇവിടെ. ആ സുസ്മിതേ, ഞാൻ എന്റെ പേഴ്സ് എടുത്തോണ്ട് വരട്ടെ. ആ ആന്റി, സമയം വൈകിന്നല്ലേ പറഞ്ഞ്? ഇനിയിപ്പോ പേഴ്സ് എടുക്കാനൊന്നും പോണ്ട.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫോണുണ്ടല്ലോ. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആന്റി വാ. എന്നാ ശരി. ആ രാഘവേട്ട, ഞങ്ങളൊന്ന് പുറത്തു പോവാ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. വരാൻ കുറച്ച് വൈകും. ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ നോക്കിയിരിക്കണ്ട. മോളെ, എല്ലാം നോക്കണം, അച്ഛനെ പ്രത്യേകിച്ചും. ശരി. എന്തമ്മേ? അല്ല, കുറച്ചു നേരമായിട്ട് നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എവിടെ പോയിരുന്നു? എന്താ മറുപടി ഇല്ലേ? കണ്ടില്ലേ ആന്റി ഒരു പരുങ്ങല്? പറയടി. ഭാമേ, ഇവള് ടെറസിലായിരുന്നു. അല്പം കാറ്റ് കൊള്ളാൻ പോയതാ. അതിന് ഈ സമയത്ത് എവിടുന്ന കാറ്റ്? ടെറസിലാണെങ്കിൽ പൊരി വെയിലല്ലേ. സുസ്മിതേ, നിനക്കെന്താ പ്രശ്നം? ഭാമേ, ഈ സമയത്തല്ല പ്രീതി കാറ്റ് കൊള്ളാൻ പോയത്. കുറച്ച് മുമ്പത്തെ കാര്യമാ ഞാൻ പറഞ്ഞത്. ഇവിടെ പരസ്പരം ഈശ്യ നീരസമൊന്നും ആരും തമ്മിൽ വേണ്ട. സത്യഭാമ എന്ത് ചെയ്താലും അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. അതെല്ലാവരും ഒന്ന് ഓർമ്മിച്ചാ നന്ന്. വാ സുസ്മിത. ശാലിനി, അവര് പോയി. പുറത്തേക്ക് വാ. ഞാൻ നന്നായി പേടിച്ചു മോളെ. ഒന്നും ഉണ്ടായില്ലല്ലോ അച്ഛാ. എന്താ നീ പൊയ്ക്കോ, ആരുടെയും കണ്ണിപ്പെടണ്ട. അവരും പോയില്ലേ? ഇനി എന്റെ അച്ഛന്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ മോളെ. അങ്ങോട്ട് ചെന്ന് ചോദിക്കടി. മോളെ, എന്ത് ചെയ്യാന്ന് ഇവിടെ? ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് അടുക്കി വെക്കായിരുന്നു ആന്റി. എപ്പോ നോക്കിയാലും എന്തെങ്കിലും പണി. ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് മടുത്തോ നീ? ഏയ്, വീട്ടിലാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയാ ചെയ്യുന്ന ആന്റി. തങ്കപ്പെട്ട മനസ്സുള്ളോളാ നീ. ശാരദാമ്മയുടെ മോളെ മരുമോളായി കിട്ടാൻ ഞാൻ കഴിഞ്ഞ ജന്മം എന്ത് പുണ്യം ചെയ്തോ എന്തോ. അതുമല്ല, ജോലികളിലൊക്കെ നിന്നെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയില്ലേ. കൃഷ്ണൻകുട്ടിച്ചേട്ടനാണെങ്കിൽ അതൊന്നും ചെയ്ത് ശീലവും ഇല്ല. സാരമില്ല ആന്റി, ഞാൻ ചെയ്തോളാം. എനിക്കതിൽ പരാതിയോ പരിഭവോ ഒന്നുമില്ല. അല്ല, നീ എന്താ കയ്യിലും കഴുത്തിലും ഒന്നും അധികം ആഭരണങ്ങളൊന്നും ഇടാത്തത്? വീട്ടിലും ഞാൻ ഇത്രയൊക്കെ ഇടാറുള്ളൂ. അതാ നല്ലത്. 1 പവൻ പൊന്നിനു വേണ്ടി ആളെ കൊല്ലുന്ന കാലമാ. ചുറ്റുമുള്ളതൊക്കെ വാടക വീടുകളും. അവിടൊക്കെ താമസിക്കുന്നത് ഏത് രാജ്യക്കാരാ, ഏത് സ്വഭാവക്കാരാന്നൊന്നും അറിയില്ല. നീ കൊണ്ടുവന്ന സ്വർണ്ണം എവിടാ വെച്ചേക്കുന്നേ? അലമാരയിൽ ആന്റി. ഒന്നെടുത്തേ. വിശദമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല ഇതുവരെ. അഷ്ടലക്ഷ്മി നെക്ലസ്, പിന്നെ
ഒരു മുല്ലമുട്ട് മാല ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ദേ ആ, ഇപ്പൊ എല്ലാം ആയി. ആ, ഇത് 30 പവൻ തയ്ച്ചുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അയ്യോ, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന എങ്ങനെയാ മോളെ? എന്താ ആന്റി? അയ്യോ മോളെ, ഞാൻ പറഞ്ഞില്ലേ കള്ളന്മാരുടെ കാര്യം. ചുറ്റും മോഷണങ്ങൾ നടക്കുന്നുണ്ട്. തീരട്ട് ഗ്രാമത്തിൽ നിന്നൊക്കെ കൂട്ടമായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ആണും പെണ്ണും കൊച്ചുങ്ങളും ഒക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. രാജീവാണെങ്കിൽ മിക്കപ്പോഴും ഇവിടെ ഇല്ല. ആ, ഉണ്ടെങ്കിൽ തന്നെ അവരൊരു സൂക്ഷ്മതയില്ല. ജനലും വാതിലും ഒക്കെ തുറന്നു മലർത്തിയിട്ടേ ചവനങ്ങ് പോവും. നീയാണെങ്കിൽ മിക്ക സമയം അടുക്കളയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇത് എന്റെ മുറിയിൽ വെക്കുന്നതാ മോളെ ബുദ്ധി. അതിനെന്താ, ആന്റി കൊണ്ടുപോയിക്കോ. ആ, അവിടുത്തെ അലമാരയ്ക്കാണെങ്കിൽ നല്ല പൂട്ടുണ്ട്. മുഴുവൻ സമയം ഞാനവിടെ ഉണ്ടാവുമല്ലോ. താക്കോലാണെങ്കിൽ എന്റെ കയ്യിലും. അല്ല, മോളുടെ സ്വർണം ഞാനെടുത്ത് വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ ആന്റി, ഇത് എന്റെ സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? ഇത് മുഴുവൻ രാജീവ് സാറിനുള്ളതല്ലേ. ആ, ഇങ്ങനെയാ തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളും. മോക്കിതിന്ന് എന്ത് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും എടുക്കാം. എന്നോടൊരു വാക്ക് ചോദിക്കണമെന്ന് പോലുമില്ല. നിന്റെ അലമാര തന്നെയാ എന്റെ അലമാരയെന്ന് കൂട്ടിയാ മതി. ശരി ആന്റി. എന്നാ ശരി മോളെ. കിട്ടിയോ? ആ, പാവം കുട്ടി, ചോര കുറെ പോയി. എന്നിട്ടും ഡോക്ടറെ വിളിക്കണ്ടെന്നായിരുന്നല്ലോ വാശി. ആരുടെ കാര്യം അമ്മേ? ആരുടെ കാര്യ?